പലപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട്, നമ്മുടെ ലൈഫ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈശ്വരനിൽ നിന്നായിരിക്കണം. ഒരു ഒരു സെൽഫ് കോൺഫിഡൻസ് ആണത്. ഭയങ്കര ഒരു ധൈര്യമാണ് നമുക്ക്. ആരോ ഉണ്ട് ആ തുണയായിട്ട്. അതാണ് നമുക്ക് പിന്നിൽ അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ, പിന്നിലും മുന്നിലും നമ്മളെ കൂടെ നടുക്ക് നമ്മളെ സേഫ് ആക്കിക്കൊണ്ട് അപ്പുറവും ഇപ്പുറവും ഒരാളുണ്ട് എങ്കിൽ അത് നമുക്ക് ലൈഫിലെ ഏറ്റവും വലിയൊരു സക്സസ് ആണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു പ്രയറോട് കൂടി ഒരു ലൈഫ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും അവരിൽ ആ ഒരു പ്രയർ ശീലമുണ്ട്. എന്ത് കാര്യം പറയുമ്പോഴും അത് ദൈവം നോക്കിക്കോളും, ഞാൻ ഈശ്വരനെ വിട്ടു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് എപ്പോഴും എല്ലാ മക്കളോടും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ് എന്നുള്ള എനിക്ക്. അപ്പോൾ അത് അവർക്ക് ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ച് അവരെപ്പോഴും പറയാറുണ്ട്. പിന്നെ നമ്മളെ ക്യാഷ് എപ്പോഴും നമ്മൾ അല്ലേ എപ്പോഴും സൂക്ഷിച്ച് ചിലവാക്കുക. കാരണം നമ്മളെപ്പോഴും വളരെ റെസ്പെക്ട് ചെയ്യേണ്ട ഒരു ഇതാണ്. സമ്പത്തിനെ നമ്മൾ സ്നേഹിച്ചാൽ മാത്രമേ നമ്മളെ കൂടെ നിൽക്കുകയുള്ളൂ. ഇഷ്ടമുള്ള ഒരാളെ മാത്രമേ, നമുക്ക് ഇഷ്ടമുള്ളൊരു ഒരു വ്യക്തിയെ നമ്മളെ കൂടെ ഉണ്ടാവുള്ളൂ. അപ്പം ലക്ഷ്മി ധനം അല്ലേ. അപ്പം അതുകൊണ്ട് സമ്പത്തിനെ ഒരുപാട് സ്നേഹിക്കുക, റെസ്പെക്ട് ചെയ്യുക. സ്നേഹിക്കുക മാത്രമല്ല, സ്നേഹിച്ചിട്ട് ദ്രോഹിച്ചിട്ട് കാര്യമില്ലല്ലോ. സ്നേഹിച്ചിട്ട് ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് കിട്ടി, സ്നേഹം കൊണ്ട് കയ്യിൽ കിട്ടി, എന്നിട്ട് അത് നമ്മൾ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ചിലവാക്കിയാൽ അത് നമ്മളെ കൂടെ നിൽക്കില്ല, പോവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ലതിന് വേണ്ടി അത് യൂസ് ചെയ്യുക.